അറ്റ് കൗണ്ടി മീഡിയ ഇന്ത്യ ലിമിറ്റഡ് കമ്പനി എൻറ്റയർലി ഡിജിറ്റൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങുകൾ, അതുപോലെ SEOകൾ, പേപ്പർ ക്ലിക്കുകൾ, അതായത് നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു കീവേഡ് സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കീവേഡിൻ്റെ സെർച്ചിൽ ഒരു വീഡിയോയ്ക്ക് ഉണ്ടാകുന്ന വ്യൂകൾ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഡിജിറ്റൽ സൊല്യൂഷൻസാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ കമ്പനി ഡാറ്റ കളക്ട് ചെയ്യുന്നു. ആ ഡാറ്റ ഉപയോഗിച്ച് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെയിൽസ് വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ കസ്റ്റമർ ബേസ് ബിൽഡ് ചെയ്യാനും അതുപോലെ നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. കമ്പനിയുടെ ഓൾറെഡി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്ലയൻസ് ആണ് സെപ്റ്റോ, ഷെയർ ചാറ്റ്, പോളിസി ബസാർ. മൊത്തം 50,69,00,000 രൂപയുടെ IPO ആണ് ഇഷ്യൂ ആകാൻ പോകുന്നത്. ഇഷ്യൂ ഓപ്പൺ ആകുന്നത് 27 ജൂണിനാണ്. ഇഷ്യൂ ക്ലോസ് ആകുന്നത് ജൂലൈ 1-നാണ്. അലോട്ട്മെൻറ്റ് ജൂലൈ 2-നാണ്. അതുപോലെ പ്രൈസിനെ പറ്റി പറയുമ്പം 80 രൂപയ്ക്കും 85 രൂപയ്ക്കും ഇടയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ 1600 ഷെയറുകളുടെ ആയിരിക്കും ഒരു ലോട്ടായിട്ട് അവൈലബിൾ ആകുന്നത്. ഏറെക്കുറെ 1,28,000 രൂപയായിരിക്കും ഒരു ലോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. GMP അതായത് ഗ്രേ മാർക്കറ്റ് പ്രീമിയം നിലവിൽ 38 രൂപയാണ് ഈ കമ്പനിക്ക് പറയുന്നത്. ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 2023 53.64 കോടിയും 2024 43 കോടിയും 2025 തിരിച്ച് 69.58 കോടിയും ആയിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2023 7.64 കോടിയും 2024 8.28 കോടിയും 2025 13.75 കോടിയുമായിട്ടുണ്ട്. കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 2023 11 കോടിയും 2024 20 കോടിയും 2025 37.90 കോടിയുമാണ്. അതുപോലെ കുറച്ച് റേഷ്യോസിനെ പറ്റി പറയുമ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 47.28%, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 47.27%, PAT മാർജിൻ അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ എന്ന് പറയുന്നത് 19.96%. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ജസ്റ്റ് ഇൻഫർമേഷൻസ് മാത്രം. സോ നന്നായിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക.